ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ ചെമ്പരപ്പൂവിൽ നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ ഭാഗം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി താലിമാലയൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് രേവതി ഉള്ളത് കേട്ടോ. രേവതി മാത്രമല്ല, രവിയും ശ്രീകാന്തും വർഷയും എല്ലാം തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ചന്ദ്രയും ശ്രുതിയും ആകെ ദേഷ്യത്തിനാണല്ലേ. അവരെ ഇഷ്ടപ്പെടാത്ത രീതിക്കൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എവിടെ നിന്ന് ഇപ്പൊ ഇത്ര വേഗം സച്ചിക്ക് പൈസ കിട്ടിയെന്ന രീതിക്കൊക്കെ ഇവരുടെ സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ പറയാൻ പറ്റും നമ്മുടെ ശ്രുതിയുടെ കാര്യമാണ്. ശ്രുതി ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ശ്രുതി കയറിയിരിക്കുന്ന ജോലി ഒരു ഹോട്ടലിലെ വെയിറ്ററാണ്. എന്നിരുന്നാലും ശ്രുതിക്ക് അത് തീരെ പിടിച്ചിട്ടില്ല അല്ലെ. തൽക്കാലത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ശ്രുതി ആ വെയിറ്ററിന്റെ ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടതാണ് കസ്റ്റമറോട് എങ്ങനെയാണ് ശ്രുതി ബിഹേവ് ചെയ്യുന്നതെന്നും. അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോടായിട്ട് പറയുന്നുണ്ടല്ലേ, നിന്നെ പോലെ 10ാം ക്ലാസ് തോറ്റവരൊന്നുമല്ല ഞാൻ, എനിക്ക് ഡിഗ്രി ഉള്ളതാണ്, പക്ഷേ എന്റെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്തായാലും നല്ലൊരു ജോലി കണ്ടെത്തുമെന്നൊക്കെ നമ്മുടെ ശ്രുതി അയാളോട് പറയുന്നുണ്ടല്ലേ. എന്നിരുന്നാലും അദ്ദേഹം പറയുന്നുണ്ട്, 10ാം ക്ലാസ് തോറ്റ് ഞാനും 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് നീയും ഇപ്പൊ ഒരേ ജോലിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാണല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വലിയ തരക്കേടില്ലാത്ത രീതിക്ക് തന്നെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടെ കൂടിയിട്ട് ഏത് വിധേനെ സച്ചിയെ രേവതിയും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്ലാനിങ് ഒക്കെ നടത്തുവാണ് കേട്ടോ. എന്നാൽ വീട്ടിൽ തനിക്കായി സ്വന്തമായ റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ വർഷയുടെയും ശ്രുതിയുടെയും നമ്മുടെ സച്ചിയുടെ റൂമിൽ വരെ ഭാമയും കൂട്ടി ചെല്ലുന്നുണ്ടല്ലേ. എന്നാൽ നിരാശയായിരിക്കും ഫലം. അതിനുശേഷം ടെറസിന്റെ മുകളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവര് പിന്നീട് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്ന് നമുക്ക് തീരുമാനം എടുക്കാം എന്നൊക്കെ ഭാമ പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഭാമയോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇരുവരും കൂടി പോകുന്ന സമയത്ത് ഭാമ തിരഞ്ഞെടുക്കുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടുത്തെ ഫുഡ് നല്ലതാണ്, റേറ്റ് കുറവാണെങ്കിലും നല്ല മാന്യമായ ഭക്ഷണമാണ് അവരുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഭാമേ നീ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ടേക്ക്, നമുക്കൊരു തീരുമാനം എത്തണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം കഴിച്ചിട്ട് വേണ്ടേ തീരുമാനം എടുക്കാനായിട്ട്, നീ ആദ്യം നിനക്ക് എന്താ വേണ്ടെന്ന് ഓർഡർ ചെയ്യാൻ പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് ശ്രുതി തന്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോഴത്തേ ശ്രുതി വേഗം തന്നെ വാഷിംഗ് റൂമിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തനോടായിട്ട് അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചൊന്ന് ഓർഡർ ചെയ്യാമോ, ഇന്നത്തേക്ക് മാത്രം മതി, ഇനി ഞാൻ മേലിൽ ഇങ്ങനെ ആവർത്തിക്കുകയില്ല, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ ഒരു ഓർഡർ ഞാൻ എടുത്തോളാം എന്നൊക്കെ ശ്രുതി പറയാണ്. അവസാനം അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഭാമയ്ക്കും ചന്ദ്രയ്ക്കും വേണ്ടിയുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് അദ്ദേഹം ചെല്ലുകയാണ്. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വിചാരിക്കുകയാണ്, ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശയും കറിയും, അവനും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാം, അവൻ എവിടെയാണെന്ന് അറിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതിനിടെ കടയിൽ ഓണർ വന്നിട്ട് ശ്രുതിനോടായിട്ട് പറയുന്നത്, നീ എന്തിനാണ് ഒരു ജോലിയും ചെയ്ത് ഇവിടെ ഒളിച്ചിരിക്കുന്നത്, നീ പോയി ഓർഡർ എടുക്കാൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു രക്ഷയുമില്ല തന്നെ നമ്മുടെ ശ്രുതി തൊട്ടപ്പുറത്ത് മേശയിലുള്ളവർക്ക് വേണ്ടി ഓർഡർ എടുക്കാൻ ചെല്ലുകയാണ്. പോകുന്ന സമയത്ത് ഒരു മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ഈ ഒരു സമയം തന്നെയാണ് നമ്മുടെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുന്നത് കേട്ടോ. വേഗം തന്നെ ശ്രുതി കോൾ സൈലന്റ് ചെയ്തതിന് ശേഷം വീണ്ടും വാഷ്റൂമിൽ ചെന്നിട്ട് കോൾ എടുക്കുകയാണ്. അപ്പൊ മോൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ജോലി സ്ഥലത്താണ് അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മോൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം എവിടെയുണ്ട്, അമ്മ കുറച്ച് മേടിച്ചുകൊണ്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ഞാൻ കുറച്ചു നേരം മുന്നേ അത് കഴിച്ചതേ ഉള്ളൂ എന്നൊക്കെ ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും, കുറച്ചു നേരം മുന്നേ നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുക കേട്ടോ. വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, അല്ലാമ്മ ഞാൻ ജോലി സ്ഥലത്താണ്, എന്റെ ജോലി കണ്ട് ഇഷ്ടപ്പെട്ട് അവരെനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് തന്നിരിക്കുന്നത്, ഏത് സമയത്ത് എവിടെയും എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ നമ്മുടെ ശ്രുതി കള്ളത്തരങ്ങളെല്ലാം തട്ടിവിടുകയാണ്. അതെല്ലാം നമ്മുടെ ചന്ദ്ര വിശ്വസിക്കുകയും ചോട്ടോ. നമ്മുടെ ശ്രുതി ചന്ദ്രയെ നല്ല മാന്യമായ രീതിക്ക് തന്നെ പറ്റിക്കുന്നുണ്ട്. പണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണത്, ഇപ്പോഴും വീണ്ടും പറ്റിച്ചിരിക്കുകയാണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.